ഇസ്രയേലിനും മൊസാദെങ്കിൽ ഇന്ത്യയുടെ കരുത്തായി മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ മൊസാദ് വിങ് എന്നറിയപ്പെടുന്ന മാർക്കോസ് കമാൻഡോകൾ, ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ, കാർഗിൽ മുതൽ മുംബൈ ആക്രമണമടക്കം പലവിധ രക്ഷാദൗത്യങ്ങളിൽ മുൻപന്തിയിലുള്ളവർ, ഇന്ത്യയുടെ കടൽ മേഖലകളിൽ ശക്തമായി കടൽ കൊള്ളക്കാരെ തുരത്തുന്ന അവരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന സൈന്യം. മൊസാദിനെ പറ്റി തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും മൊസാദിൻ്റെ ധീരമായ നടപടികളെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ കൈകാലുകൾ കെട്ടിയിട്ടാൽ പോലും നീന്താനും ശ്വാസം അടക്കി പിടിച്ച് കടലിനടിയിൽ സ്ഫോടനങ്ങൾ നടത്താനും കഴിയുന്ന അമാനുഷിക ശക്തിയുള്ള സൈന്യം, ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളവർ. ഒരു 100 പേർ വേണ്ട, ഒരാളുണ്ടെങ്കിൽ തന്നെ അത് അപകടമെന്ന സൂചന ശത്രുവിന് ഉടനെ കിട്ടും. കിലോ കണക്കിന് മനുഷ്യന് വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഭാരം വഹിച്ചുകൊണ്ട് ശത്രു രാജ്യത്തേക്ക് കടന്നു ചെന്ന് ശത്രുവിൻ്റെ താവളങ്ങളിൽ കയറി അതിശക്തമായ പ്രഹരം നൽകാൻ കഴിയുന്ന കമാൻഡോകൾ, കടലിൽ മാത്രമല്ല കരയിലും പർവ്വതങ്ങളിലും വായുവിലും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തന്നെ വകഞ്ഞു മാറ്റി അതിശക്തമായി പോരാടുന്ന കരുത്തർ. സാധാരണഗതിയിൽ ലോകത്താകമാനമായി അറിയപ്പെടുന്ന ചാരസംഘടന മൊസാദ്, ഇസ്രയേലിൻ്റെ നട്ടെല്ല്, മൊസാദ് കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനുകൾ, അതുപോലെ അമേരിക്കയുടെ മറീനുകൾ, ഒസാമ ബിൻ ലാദനെ പോലും വകവരുത്തിയ ടീം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അണ്ടർ റേറ്റഡായി ഒരുപക്ഷെ വലിയ തോതിൽ പറയാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കമാൻഡോകൾ, മാർക്കോസ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ഒരുപക്ഷെ ഇന്ത്യക്കാരോട് ചോദിക്കരുത്, മറിച്ച് ശത്രു രാജ്യങ്ങളോട് ചോദിക്കണം. എന്തൊക്കെ അവർ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നതാകും കുറച്ചുകൂടി എളുപ്പം. അത്ര കനത്ത പ്രഹരമാണ് ഈ കമാൻഡോസ് നൽകിയിട്ടുള്ളത്. ഇസ്രായേൽ കമാൻഡോസിനോടും അമേരിക്കൻ കമാൻഡോസിനോടും ഒക്കെ തന്നെ കിടപിടിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഫോഴ്സാണ് ഇവർ. ഇവർ ഇന്ത്യക്ക് കരുത്തായി, കാവലായി എല്ലാ കാലവുമുണ്ട്. ആധുനിക ഇന്ത്യൻ സേനയുടെ വജ്രായുധമായി ഇന്നും അവർ നിൽക്കുന്നു. ഇന്ത്യയുടെ കടൽ തീരങ്ങളിലെ ഒരു ഇല അനങ്ങിയാൽ പോലും അവർക്ക് വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. അവരുടെ ജാഗ്രത പ്രവർത്തിക്കും. കടൽ കൊള്ളക്കാരെ ചെറുതു തോൽപ്പിച്ച് ഇന്ത്യയുടെ കടൽ മേഖല സുരക്ഷിതമാക്കി ലോകത്തിൻ്റെ കയ്യടി നേടിയത് ഇവരായിരുന്നു. ശ്രീലങ്കയിലെ LTT വിരുദ്ധ ദൗത്യം മുതൽ മുംബൈ ഭീകരാക്രമണത്തിലും കാർഗിൽ യുദ്ധത്തിലും അടക്കം ഇന്ത്യയുടെ പ്രതിരോധ കുന്തമുനയായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഈ സംഘം ലോകത്തിലെ തന്നെ നമ്പർ 1 കമാൻഡോ ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് ചർച്ചയായി മാറുന്നു. കശ്മീരിലും പാക് അധിനിവേശ കശ്മീരിലും പാകിസ്ഥാനിലും കാനഡയിലും UK-യിലും ഒക്കെയായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭീകരർ ഇടയ്ക്കിടയ്ക്ക് കൊല്ലപ്പെടുന്ന, അജ്ഞാതരാർ മരണപ്പെട്ട് വീഴുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഏജൻസികളാണ്, റോ ആയിരിക്കാം, ഇന്ത്യൻ ആർമി ആയിരിക്കാം, അങ്ങനെ പലവിധ പേരുകൾ. ആ കൂട്ടത്തിൽ തന്നെ മാർക്കോസ് കമാൻഡോകളുടെ പേരും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. സാധാരണഗതിയിൽ ഇസ്രയേൽ അവരുടെ ശത്രുക്കൾ പല രാജ്യങ്ങളിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൊലപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ ഇസ്രയേൽ മോഡൽ, മൊസാദ് മോഡൽ ആക്രമണം ഇന്ത്യയും ആവിഷ്കരിക്കുന്നു. മാർക്കോസാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യ ഔദ്യോഗികമായി ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും അംഗീകരിച്ചിട്ടില്ല, നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്രമണമല്ല, മറിച്ച് പ്രതിരോധമാണ് മാർക്കോസിൻ്റെ ലക്ഷ്യം. ഇതുതന്നെയാണ് ഭാരതം പറയുന്നത്. ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിലൊന്ന് ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ്. അത് ഇന്ത്യയുടെ കമാൻഡോ സംഘമായിട്ടുള്ള മാർക്കോസാണ്, മറൈൻ കമാൻഡോ ഫോഴ്സ്. യുദ്ധസാമഗ്രികളുടെ ഭാരവും വഹിച്ച് ആകാശത്ത് നിന്നും പറന്നിറങ്ങി ഏത് തരത്തിലുള്ള ആക്രമണം എവിടെയും നടത്താൻ കഴിയുന്ന ലോകത്തിലേക്കും വെച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കമാൻഡോ ഗ്രൂപ്പ്. 1987 മാർക്കോസ്, ഫോഴ്സ് 1, ഗരുഡ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, പാരാ കമാൻഡോസ് എന്നിവയുൾപ്പെടെ രാജ്യത്തിൻ്റെ കാവലാളായിട്ടുള്ള കരുത്തരായിട്ടുള്ള കമാൻഡോ യൂണിറ്റുകൾ സ്ഥാപിതമായത്. ഇവർ വേഗത്തിലുള്ളതും രഹസ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തീവ്ര പരിശീലനം ശേഷിച്ചവരാണ്. അവർ അതിലൂടെ കടന്നുപോയതുമാണ്. അമേരിക്കൻ നേവി സീൽസിൻ്റെ മാതൃകയിലാണ് മാർക്കോസും പ്രവർത്തിക്കുന്നത്. കരയിലും വായുവിലും കടലിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അവർ കരുത്തരായിരിക്കും. അനുഭവ പരിചയവും അനുഭവ സമ്പത്തും പ്രൊഫഷണലിസവും അന്താരാഷ്ട്ര പ്രശസ്തിയും ഒക്കെ തന്നെ ഇന്ത്യൻ സേനയ്ക്ക് നേടിത്തരുന്നത് മാർക്കോസാണ്. സൈന്യവുമായി സഹകരിച്ചു തന്നെയാണ് മാർക്കോസ് ജമ്മു കാശ്മീരിൽ ജലനദിയിലും ബുലാർ തടാകത്തിലും ഉടനീളം കലാപവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രത്യേക നാവിക പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്താറുള്ളത്. ദ ഫ്യൂ, ദ ഫിയർലെസ് അഥവാ ഭയമില്ലാത്ത ചിലർ എന്നതാണ് മാർക്കോസിൻ്റെ ആപ്തവാക്യം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഈ കമാൻഡോസിനെ ഏറ്റവും ഭയപ്പെടുന്നത്
ഇന്ത്യയുടെ ശത്രുക്കളാണ്. മാർക്കോസ് കമാൻഡോകൾ ഭീകരർക്കിടയിൽ അറിയപ്പെടുന്നത് ദടിവാല ഫൗജി എന്നാണ്, അതായത് താടിയുള്ള സൈനികർ എന്ന രീതിയിൽ. കാരണം ഇവരെ ഒരു സൈനികരാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. കാര്യം അണ്ടർ കവർ ഓപ്പറേഷനുകൾക്കും സുരക്ഷാപരമായിട്ടുള്ള കാരണങ്ങളാലും ഇവർ സൈനികരാണെന്നുള്ളത് പുറത്ത് അറിയാതിരിക്കാൻ ഭീകരരുമായി ഒരുപക്ഷെ ഇടപഴകി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താടിയടക്കം വളർത്തി ഇവർ നീക്കങ്ങളിൽ ഏർപ്പെടുന്നത്. കശ്മീരിലെ ഉളാർ തടാകം പോലുള്ള പ്രദേശങ്ങളിൽ ദൗത്യങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളെപ്പോലെ തന്നെ മാറാൻ ഇവരെ ഇത് സഹായിക്കുന്നുണ്ട്. കശ്മീരിൻ്റെ പരമ്പരാഗത വസ്ത്രമായിട്ടുള്ള ഫിറാൻ ധരിച്ചും താടി വളർത്തിയും കശ്മീരികളെപ്പോലെ ഇവർ ഇടപഴകും. ഭീകരർക്ക്, പ്രത്യേകിച്ച് ശത്രുക്കൾക്ക് ഇത് തിരിച്ചറിയാനേ കഴിയില്ല. ശത്രുപാളയത്തിൽ പോലും വളരെ എളുപ്പത്തിൽ സാധാരണ ജനങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഭീകരരെ പോലെ ഒക്കെ തന്നെ ഇവർക്ക് നുഴഞ്ഞു കയറാനായി കഴിയും. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ തന്നെ ഇവർക്ക് സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാഴ്ചയിൽ സാധാരണ ജനങ്ങളായി കാണുന്നെങ്കിലും ഏറെ അപകടകാരികളാണ് ഇവർ. കശ്മീരിലെ തീവ്രവാദികൾക്കിടയിൽ ഒരു പേടി സ്വപ്നം കൂടിയാണിവർ. ഏത് പ്രതികൂല സാഹചര്യത്തും ഇവർക്ക് ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനും കഴിയും. അതിന് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന അതികഠിനമായ പരിശീലനം തന്നെയാണ്. മാർക്കോസ് ടീമിലെ ഓരോ അംഗത്തിനും 20 വയസ്സ് മുതൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും നൽകുന്ന പരിശീലനം. നാവികസേനയിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. കഠിനമായ പരിശീലനം, സെലക്ഷൻ പ്രക്രിയ ഇതൊക്കെ തന്നെ പൂർത്തീകരിക്കണം. വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ, കോമ്പാക്ട് ഡൈവിംഗ്, ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രതിരോധം, ഹൈജാക്കിംഗ്, ആൻറ്റി പൈറസി, നേരിട്ടുള്ള പ്രവർത്തനം, നുഴഞ്ഞുകയറ്റം, പുറന്തള്ളൽ വിധികൾ, പ്രത്യേക നിരീക്ഷണം, യുദ്ധ രീതികൾ ഇതൊക്കെ തന്നെ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുകയാണ്. അതായത് 1000 സൈനികർക്ക് പകരം ഈ ഒരൊറ്റ കമാൻഡോ മതിയെന്ന് സാരം. ഏകദേശം 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന പരിശീലനം മാനസികമായും ശാരീരികമായും പൂർണ്ണ സൈനികനാക്കിയെടുക്കുന്നു. ആദ്യം പ്രീ സെലക്ഷൻ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന കടുത്ത ശാരീരിക ക്ഷമതാ പരിശോധന. 80% കാൻഡിഡേറ്റ്സ് ആണ് ഒരൊറ്റ ദിവസം തന്നെ പുറത്താകുന്നത്. ഹെൽ വീക്ക് എന്നാണ് അടുത്ത ഘട്ടത്തെ പറയുന്നത്. ഒരാഴ്ചത്തെ പരിശീലനം. അമേരിക്കൻ നേവി സീൽസിന് എങ്ങനെയാണോ പരിശീലനം കൊടുക്കുന്നത്, 5 ആഴ്ചത്തെ അതികഠിനമായ അടുത്ത ഘട്ടമാണ് പിന്നീട് കാത്തിരിക്കുന്നത്. ഈ 6 ദിവസത്തിനുള്ളിൽ കമാൻഡോകൾക്ക് ലഭിക്കുന്നത് പരമാവധി 4 മണിക്കൂർ മാത്രം ഉറക്കം. ഡെത്ത് ക്രോൾ എന്നതാണ് ഇതിലെ ഏറ്റവും കഠിനമായ ദൗത്യം. അതായത് 25 കിലോ ഭാരവും എടുത്ത് മുട്ടറ്റം ചെളിയിലൂടെ 800 മീറ്റർ ഇഴയുന്ന ദൗത്യം. ഇതിനുശേഷം കടുത്ത തളർച്ചയിലും ഉറക്കമില്ലായ്മയിലും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് ഇവർ വെടിവെച്ചിരിക്കണം. അതിൻ്റെ കഴിവ് അവർ നേടിയെടുക്കും, ആർജിച്ചെടുക്കും.